ചേച്ചി, ഡൽഹിയിൽ ഒരു നിർഭയ സംഭവം ഉണ്ടായതിനു ശേഷം അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഓരോ സ്റ്റേറ്റിനും നിർഭയ ഫണ്ട് കൊടുക്കാറുണ്ട്. ആ ഫണ്ടൊക്കെ ഉണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ഒരു പെൺകുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടു, ബലാത്സംഗം ചെയ്യപ്പെട്ടു. ആ പ്രതി എന്ന് പറയുന്നത് അവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ ആളാണ്. അതുകൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ വളരെ വലിയ പ്രതിഷേധമൊക്കെ ആയിട്ട് രംഗത്ത് വന്നു. ഞാനിത് പറഞ്ഞു വന്നത് UP ആയിരുന്നു ഒരു കാലത്ത് ഇക്കാര്യങ്ങളിലൊക്കെ കുപ്രസിദ്ധി ആർജിച്ചത്. എന്നാൽ യോഗി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അവിടെ വന്നതോടുകൂടി അവിടുത്തെ ഈ അക്രമവാസന ഉള്ളവർക്കൊക്കെ കൃത്യമായ ശിക്ഷ, അതെന്ന് വെച്ചാൽ ഇനി അങ്ങനെ ഒരു കുറ്റകൃത്യം അവർ ആവർത്തിക്കില്ല എന്ന രീതിയിലുള്ള ശിക്ഷ എങ്ങനെയൊന്ന് വിലയിരുത്താൻ പറ്റും? ഇന്നലത്തെ കാര്യത്തിലേക്ക് തുടങ്ങാം. കാരണം ഇന്നലെ ഞാനത് ലൈവായിട്ട് TV കണ്ടതാണ്. ഒരിക്കലും ഒരു എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു ക്രൂരമായ ബലാത്സംഗത്തിനിരയായ പീഡനത്തിനെതിരായ പെൺകുട്ടിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ മീഡിയയിൽ വരാൻ പാടില്ല എന്ന് തന്നെ വ്യക്തമായ നിയമമുണ്ട്. ഈ കുട്ടിയുടെ കാര്യത്തിൽ അതൊക്കെ മാറ്റിയിട്ട് ഈ കുട്ടി ആരാകുന്ന മനസ്സിലാകുന്ന വിധത്തിൽ, അതുപോലെ FIRൻ്റെ റിപ്പോർട്ട് കുറച്ചൊക്കെ വരുന്ന വിധത്തിൽ, കാരണം FIRൽ എങ്ങനെയാണ് പീഡിപ്പിക്കപ്പെട്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ആ കുട്ടിക്കും കുടുംബത്തിനും മാനസികമായി സുഹൃത്തുക്കൾക്കൊക്കെ അതൊക്കെ പോട്ടെ, സാധാരണക്കാർക്ക് പോലും, ഒരു പരിചയമില്ലാത്തവർക്ക് പോലും വിഷമം തോന്നുന്ന വിധത്തിലാണ് അത് പുറത്തു വന്നത്. ശ്രീ അണ്ണാമലൈജിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. അദ്ദേഹം പോലീസ് ട്രെയിനിങ് കോളേജിൽ നടന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണോ എന്താണോ എന്നറിയില്ല. ഞാൻ മദ്രാസിൻ്റെ തമിഴ്നാടിൻ്റെ ചാർജുള്ള സെക്രട്ടറി ആയിരുന്നു മഹിളാ മോർച്ചയുടെ. അപ്പോൾ ശിവഗംഗയിൽ വേലു നാച്ചിയാർ റാണിയെക്കുറിച്ചുള്ള അവരുടെ ഒരു വലിയ ആഘോഷ പരിപാടിയിലാണ് ഞാൻ ആദ്യമായിട്ട് അണ്ണാമലൈജിയെ കാണുന്നത്. അപ്പോൾ 10,000 പേരുണ്ട് കേട്ടോ. ആരോ പരിചയപ്പെടുത്തി, പത്മജക്ക വന്ന് നമ്മുടെ പ്രഭാരിയായിർക്ക് ഇങ്ങനെ ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പം അത്രയും ആൾക്കൂട്ടുണ്ട്. അക്കാരങ്കൊക്ക പിന്നെ പേശയാമെന്ന് പറഞ്ഞു. മഹിളാ മോർച്ച നാഷണൽ സെക്രട്ടറിയാണ്. പരിപാടിയൊക്കെ കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞൊരു വലിയ സമരമുഖത്തിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്, കോയമ്പത്തൂർ വെച്ച്. അപ്പോൾ ആരോ പിന്നെയും വന്ന് പറഞ്ഞേക്ക തെരിയുമേ അക്ക വന്ന് കൊച്ചിയിൽ പാത്തിട്ട് താമസിക്കുന്നു, മഹിളാ മോർച്ച നാഷണൽ സെക്രട്ടറി, ബെസ്റ്റ് വുമൺ ജേർണലിസ്റ്റ് അവാർഡ് വാങ്ങിയിருக்கு, അണ്ണം വന്ന് CA, 2 ആൺകുളന്തി ഇருக்கு. ഞാൻ ഇങ്ങനെ ആയിപ്പോയി. കാരണം ഒരൊറ്റ പ്രാവശ്യം 5000 പേരുടെ ഇടയിൽ പത്മജ എസ് മേനോൻ നമ്മളുടെ അപ്പോൾ കാറ് കയറിയിരുന്ന എപ്പോഴും അദ്ദേഹം എന്നെക്കുറിച്ച് നോക്കി മനസ്സിലാക്കിയത് മെമ്മറിയിൽ വെച്ചിരിക്കും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അത്രയ്ക്കും സത്യസന്ധതയും ആത്മാർത്ഥതയും ഒരു വ്യക്തിയെ പരിചയപ്പെട്ടാൽ ആ വ്യക്തിയുടെ ജീവിത ചരിത്രം കൃത്യമായിട്ട് ഓർത്തു വെക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നലെ ഞാൻ കാണുമ്പോൾ അദ്ദേഹം ഷർട്ട് ധരിച്ചിട്ടില്ല, ഇതാണ് ഉടുത്തിരിക്കുന്നത്, മുണ്ടുടുത്തിട്ടുണ്ട്. സ്വന്തമായിട്ട് ഇത് വെച്ചിട്ട് ചാട്ടവാർ വെച്ച് ശരീരത്തിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ഒരു കാര്യവും കൂടെ പറഞ്ഞു, ഇനി ഞാൻ കാലിൽ ചെരുപ്പിടണമെങ്കിൽ ഈ DMK ഭരണകൂടം താഴെ ഇറങ്ങണം, അല്ലാണ്ട് ഇയാളെ പിടിക്കണമെന്നോ അറസ്റ്റ് ചെയ്യണമെന്നോ അദ്ദേഹത്തിൻ്റെ വിധി വരണമെന്നല്ല അദ്ദേഹം പറഞ്ഞത്. സ്ത്രീകൾക്ക് നീതി ലഭിക്കാത്ത ഒരു ഭരണകൂടം ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ചെരുപ്പിട്ട് നടക്കുകയില്ല. ആ സഹോദരി അനുഭവിച്ച പീഡനം ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങാണ്. അദ്ദേഹം സ്വന്തമായിട്ട് അടിക്കുകയാണ്. നമുക്കറിയാം അത്തരം കാര്യങ്ങൾ നടക്കുമ്പോഴാണ് UPയിൽ ഈ മുഖ്യമന്ത്രി എന്ന നിലയിൽ യോഗി ആദിത്യനാഥിൻ്റെ പ്രവർത്തനങ്ങൾ. അതൊന്ന് ആലോചിച്ച് നോക്കിയേ ചേച്ചി. എൻ്റെ സിനുജി, ശരിക്കും പറയുകയാണെങ്കിൽ യോഗിജി എന്ന് പറയുകയാണെങ്കിൽ ഒരു യോഗി തന്നെയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ കാറ് സാധാരണ ആൾക്കാർ വന്നാൽ, നമ്മുടെ പിണറായി സഖാവ് വരെ ആദ്യം വന്ന കക്കൂസ് മുതൽ കുളി എന്താണ് സ്വിമ്മിംഗ് പൂള് പോലെ അദ്ദേഹം ഫുൾ പുതിയതായിട്ട് അതുവരെ ആക്കും. പിന്നെ ഗോശാലയ്ക്ക് ഇത്ര. ഇനി നമ്മളൊക്കെ ദാരിദ്ര്യത്തിൽ ജീവിച്ചാൽ അങ്ങേർക്ക് പ്രശ്നമൊന്നുമില്ല, അദ്ദേഹത്തിന് സുഖമായിട്ട് പോകണം. ഇവിടെ നല്ല എന്താണ്, എൻ്റെ ടോപ്പിക്ക് മാറ്റിച്ചു, ഇവിടെ നല്ല ക്യാൻസർ സെൻ്റർ ഉണ്ട്, പക്ഷെ അദ്ദേഹം മയോ ക്ലിനിക്കിലേ പോവുള്ളൂ. സഖാക്കൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം, അതിന് വേണ്ടി നല്ലതുണ്ടാക്കി വെച്ച്. നമ്പർ 1 കേരളത്തിൽ എല്ലാ ആരോഗ്യ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ ഇദ്ദേഹം തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. ഇദ്ദേഹത്തിന് ഇവിടെ ഇരുന്നാൽ പോരെ? അതൊന്നും ചെയ്യില്ല കേട്ടോ. ആദ്യത്തെ യോഗിയെക്കുറിച്ച് പറഞ്ഞവരാണെങ്കിൽ ഞാനവിടെ ചാർജ് സെക്രട്ടറി ആയിരുന്നു ഇലക്ഷൻ്റെ സമയത്തെന്ന് പറഞ്ഞല്ലോ. അപ്പം കണ്ണത്തെ എനിക്ക് പിണ്ട്ര എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ബഡാഗാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കുറച്ച് ദിവസം വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കാർ ഓടിച്ചിരുന്നത് ഒരു 10-25 വയസ്സായുള്ള ചെറുപ്പക്കാരനാണ് ഓടിച്ചിരുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഈ നമ്മുടെ വലിയ കൃഷിയിടങ്ങൾക്ക് നടുക്ക് വരമ്പെന്നാണ് ഞങ്ങളൊക്കെ പറഞ്ഞു, വരമ്പിൽ കൂടി ഇങ്ങനെ പെൺകുട്ടികൾ സൈക്കിൾ ഓടിച്ച് വരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു കാഴ്ചയായിട്ട് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയിട്ട് അവരടുത്ത് ചോദിച്ചു, എവിടെ പോയിട്ട് വരുന്നു? അപ്പം നമ്മുടെ ഒരു ആലോചനയിലുള്ള UP എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്കൊന്നും വിദ്യാഭ്യാസമില്ല, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ
അപ്പോൾ അവരൊരാൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാകാൻ പഠിക്കണു, വേറൊരാൾ MA സൈക്കോളജി പഠിക്കണു, വേറൊരാൾ +2. അപ്പോൾ അവർ പറയായിരുന്നു, യോഗിജി ഞങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു, ഞങ്ങളുടെ അവതാര പുരുഷനാണ് യോഗിജി. അപ്പം ഞങ്ങളൊക്കെ ആദ്യം 13-14 വയസ്സാകുമ്പോൾ പുറത്ത് മാറിയാൽ ഉടനെ ഞങ്ങൾ തന്നെ പറയും കല്യാണം കഴിപ്പിക്കാൻ. നോക്കത്ത ദൂരത്ത് കൃഷിയാണ്. അപ്പോൾ സഹോദരനോ അച്ഛനോ അമ്മാവനോ വേണ്ടിയിട്ട് ഭക്ഷണമായിട്ട് പോയി തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നോക്കി എവിടെയെങ്കിലും ഞങ്ങളെ ഉപയോഗിച്ചിട്ട് കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടാവും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ സ്ഥിതി. അപ്പം ഞങ്ങൾ തന്നെ പറയും ഞങ്ങളെ കല്യാണം കഴിപ്പിച്ച് ഞങ്ങൾക്ക് പഠിക്കേണ്ട, ഒന്നും വേണ്ട, വീട്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിക്കൊള്ളാമെന്ന് ഞങ്ങൾ പറയായിരുന്നു. ഇപ്പോൾ യോഗിജി ഞങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു, ഞങ്ങൾക്ക് ഇനിയൊരു ജീവിതമുണ്ടെന്ന് അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു. ഒരു കുട്ടി നല്ല ഇംഗ്ലീഷിൽ തട്ടുവിട്ട കുട്ടിയാണ് കേട്ടോ, നല്ല സൂപ്പർ ഇംഗ്ലീഷിൽ ജപ്പാനെയും ഇന്ത്യയും കമ്പയർ ചെയ്ത് സംസാരിക്കാൻ. നമ്മളുടെ ഫിനാൻസ് ജപ്പാനിലിങ്ങനെ ഒന്ന് ആലോചിക്കാൻ പറ്റും. ഒരു ഗ്രാമത്തിൽ ബഡാഗാവ് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ തട്ടമിട്ടൊരു പെൺകുട്ടി ജപ്പാനെയും ഇന്ത്യയും കമ്പയർ ചെയ്ത് സംസാരിക്കുന്നു. അവർ പറയാൻ ഞങ്ങൾക്കിപ്പോൾ ആത്മാഭിമാനമുണ്ട്, ഇവിടെ മുത്തലാഖില്ല, എല്ലാ മുസ്ലിം വനിതകളും യോഗിജി എന്ന് പറഞ്ഞാൽ കാലിൽ തൊട്ട് ഞങ്ങൾ തലയിൽ വയ്ക്കും, ഞങ്ങൾക്ക് ഒരു ജീവിതം തന്നെ, അഭിമാനം തന്നെ. മുസ്ലിം സ്ത്രീയാണെന്ന് പറഞ്ഞ് പൊക്കോ എന്ന് പറഞ്ഞാൽ ആർക്കും പോകാൻ പറ്റില്ല, അവതാര പുരുഷനാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കയറി വന്നപ്പോൾ ഈ പയ്യൻ എന്നോട് പറയാണ്, എൻ്റെ ബെഹൻജി, ഞാൻ ഇവിടെ ജീവൻ കൈ പിടിച്ചാണ് ഇരുന്നിരുന്നത്. അതെന്താ കാര്യം? പെൺകുട്ടികളുടെ മുഖത്ത് നോക്കാൻ പാടില്ല. അപ്പോൾ ഞങ്ങളെ നടിനും എന്തോ ഒരു അടിയടിച്ചിടും, ആൻറ്റി റോമിയോ സ്ക്വാഡ്. എൻ്റെ സ്വന്തം സഹോദരിയുടെ മുഖത്തേക്ക് 14 സെക്കൻഡ് നോക്കിയാൽ എന്തോ പ്രശ്നം. ഇവിടെ ഒരു നിയമം, എല്ലാ ആൺകുട്ടികളും ഒതുങ്ങി, എല്ലാ പെൺകുട്ടികൾക്കും സ്വൈര്യ ജീവിതം ഇവിടെ സാധ്യമായി. യോഗിജി പറഞ്ഞ ഒറ്റ പ്രാവശ്യം പറയുള്ളൂ, 5-6 പ്രാവശ്യം പിന്നെ പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ചെയ്തിരിക്കും. 18 പേര് എൻ്റെ ഗ്രാമത്തിൽ വീണു. അതോടുകൂടി ഞങ്ങൾ നേരെ ജോലിക്ക് പോവും, നേരെ തിരിച്ചു വരും, അമ്മയോട് സംസാരിക്കും, അച്ഛനോട് സംസാരിക്കും, സഹോദരിയോട് അമ്മയുടെ സാന്നിധ്യത്തിൽ സംസാരിക്കും, കാര്യം കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അടച്ചുറപ്പുള്ള വീടുകളുമായി. അപ്പോൾ വേറൊരാൾ വീട് കയറി വരുന്നുള്ള ഇതില്ല. സിനുജി ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ പോകുന്ന സമയത്ത് കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പോകുന്നത്. അവിടെയുള്ള എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് വരുന്ന ആവാസ് യോജന ഇപ്പോൾ ഒന്ന് ഹോൾഡിലാണ്. കാരണം കോവിഡിൻ്റെ മരുന്നുകൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ സർക്കാരിന് UP സർക്കാരിന് ചിലവാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പൈസ ഒന്ന് ഹോൾഡാക്കി വെച്ചിരിക്കുന്നു. അതെല്ലാവർക്കും അറിയാം. ഞങ്ങൾക്ക് കോവിഡിൻ്റെ മരുന്ന് തരണം, ഫ്രീ ആയിട്ട് തരണം. അപ്പോൾ അതിന് വേണ്ടി പൈസ വേണ്ടേ, അതുകൊണ്ട് അത് ഹോൾഡാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് യോഗിജി വരികയാണ്, മീറ്റിങ്ങിന് വരികയാണ്, പബ്ലിക് മീറ്റിംഗ്. അയ്യോ, ജനക്കൂട്ടെന്ന് പറയുകയാണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. അല്ലാണ്ട് ഇങ്ങനെ അകത്തി ഇനി നിറയ്ക്കാൻ വേണ്ടി ഇടുന്ന ചില പരിപാടിയൊന്നുമില്ല, നിൽക്കുകയാണ്. കസേരകളൊക്കെ വളരെ കുറച്ചുള്ളൂ, 2-3 റോ. ഞങ്ങളെപ്പോലെ ദൂരെ നിന്ന് വന്നുള്ള ആൾക്കാർക്ക്, ബാക്കി എല്ലാവരും തിങ്ങി നമ്മൾ ഇതിട്ടാൽ നിലത്ത് വീഴാന്ന് പറയില്ലേ, എന്നാണ് മണ്ണിട്ടാൽ നിലത്ത് വീഴില്ല അവസ്ഥയിൽ യോഗിജി അവരുടെ പ്ലെയിൻ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തു, കയറി വന്നു. യാതൊരു പാരഫെർനേലിയസില്ല, ഇങ്ങനെ തൊഴുത് കയറി വന്ന് സ്റ്റേജിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇരുന്നു. 20 കാര്യം അദ്ദേഹം എല്ലാവർക്കും മനസ്സിലാവുന്ന ഹിന്ദിയിൽ, അല്ലാണ്ട് ഫ്ലവറി ആയിട്ട് ഇങ്ങനെ അപ്പം ഞാൻ ഈ 10ാം ക്ലാസ്സിൽ ഹിന്ദി പഠിത്തം നിർത്തിയതാണ്. എനിക്ക് മനസ്സിലായി അദ്ദേഹം പറഞ്ഞ കാര്യം. ഇവിടെ പോക്സോ കേസ് വരികയാണെങ്കിൽ എനിക്ക് മനസ്സിലായി, ഞാൻ പറയുന്നത് അവർക്ക് തൂക്കുമരം. സ്ത്രീകളോടുള്ള ഒരു അതിക്രമവും സാധിക്കില്ല. നിങ്ങൾ വന്ന് സറണ്ടർ ചെയ്യുക, ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വെറുതെ ഞങ്ങളെ ഓടിക്കാൻ നിൽക്കണ്ട, വന്ന് സറണ്ടർ ചെയ്താൽ നിങ്ങൾക്ക് മാന്യമായ ഒരു ഇത് കിട്ടും, എന്താണ് പെരുമാറ്റം കിട്ടും. അല്ലെങ്കിൽ ഞങ്ങൾ അടിച്ച് തമ്പോറാക്കും. സ്ത്രീകളെന്ന് പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. UPയുടെ മാത്രമല്ല, ഭാരതത്തിൻ്റെ മാത്രമല്ല, ഭാരതാംബയാണ്. അപ്പോൾ സ്ത്രീകളെ ആദരിക്കാൻ പറ്റാത്തവർ ഇവിടെ താമസിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ താമസിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഞങ്ങൾ ബഹുമാനം കൊടുത്തിരിക്കും. പോക്സോ കേസിൽ ഉൾപ്പെടാനേ പാടില്ല. ഇനി പോക്സോ കേസല്ല, വലിയ കേസാണെങ്കിൽ പോലും നിങ്ങളെ കാത്തു നിൽക്കുന്നത് കൊലമരമാണ്. എന്ത് കാരണമാവട്ടെ, എന്ത് സാഹചര്യമായിട്ട് ഒരു മോശം നോട്ടം പോലും ഒരു സ്ത്രീയുടെ നേരെ പാടില്ല. അതിനും തക്കതായ ശിക്ഷയും ഏറ്റവും വലിയ പണിഷ്മെൻറ്റും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെ സ്ത്രീകളെ മുൻനിർത്തിയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇവരുടെ എന്താണ് എന്നുള്ള ബാക്കി പ്രകടന പത്രികയിലെ കാര്യങ്ങൾ 20 സെൻറ്റൻസേ പറഞ്ഞുള്ളൂ. ഇങ്ങനെ നോക്കി ഇതാക്കി എല്ലാവരും നോക്കി ഇങ്ങനെ കാണിച്ചു, തിരിച്ചുപോയി. ഒരു കാര്യവും അദ്ദേഹം പറഞ്ഞില്ല. 3 സീറ്റ് കോൺഗ്രസ് ജയിക്കുന്ന പറഞ്ഞത്, പിൻഡ്ര ഉൾപ്പെടെ ഞങ്ങൾ വർക്ക് ചെയ്ത
ടെൻഷനായിരുന്നു എനിക്ക്. കാരണം നമ്മളവിടെ പോയി നമ്മുടെ ആൾക്കാരുടെ സ്വഭാവം പത്മചേച്ചി അവിടെ പോയി തോപ്പിച്ചു വന്ന നമ്മളെന്താ ബുദ്ധിമുട്ടിന്ന് ഇവർക്ക് അറിയില്ല. രാവിലെ പുറപ്പെട്ട രാത്രി ഭക്ഷണം ഇത് കൃഷിയുടെ ഒന്നുമില്ല നമുക്ക് കഴിക്കാൻ. എന്തെങ്കിലും പാക്ക് ചെയ്ത് വെളിക്കിറങ്ങണതൊക്കെ നമുക്ക് സ്ഥലമില്ല. അന്ന് ഇലക്ഷൻ്റെ സമയത്ത് പറഞ്ഞിരുന്ന 3 സീറ്റ് ജയിക്കും കോൺഗ്രസ് എന്നാണ് പറഞ്ഞ. പിണ്ടർ അതിലൊരു സീറ്റായിരുന്നു. ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവം അറിയാലോ, പത്മചേച്ചി അവിടെ പോയി തോപ്പിച്ചെടുത്തോണ്ട് വന്നേന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ടെൻഷൻ. അത്രയ്ക്ക് ഞങ്ങൾ തമിഴ്നാട്ടുകാരുണ്ടായിരുന്നു, രാജസ്ഥാൻകാരുണ്ടായിരുന്നു, പോണ്ടിച്ചേരിക്കാരുണ്ടായിരുന്നു, ഞാനായിരുന്നു ടീം ലീഡർ. എനിക്ക് കൊഞ്ചം തമിഴായിപ്പോയി, ഹിന്ദിയും അറിയാം. അപ്പം എന്താണ് 3 മണിയായപ്പോൾ ഫോൺ വന്നു, ദീദി ഹംനെ ജീത് ഗയാ. ആ ഇലക്ഷനിൽ 2 സീറ്റാണ് കോൺഗ്രസ്സിന് UP അസംബ്ലിയിൽ കിട്ടിയത്. അപ്പോൾ യോഗിജി എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് സംബന്ധിച്ചുള്ളൊരു ചീഫ് മിനിസ്റ്റർ അല്ല, അവതാര പുരുഷനാണ്. അത് ഞാൻ മുസ്ലിംസിൽ കണ്ടു, ക്രിസ്ത്യൻസ് അവിടെ അധികം ഇല്ല, ഹിന്ദുക്കളിൽ കണ്ടു. എല്ലാവർക്കും ചെറിയ ആൾക്കാർക്കൊക്കെ പറയുന്ന ചെറിയ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഒരു അങ്കിളിനെയോ അല്ലെങ്കിൽ മുത്തശ്ശൻ ആ ഒരു അദ്ദേഹത്തിനും പ്രായം കുറവാണ്, പക്ഷെ കൊച്ചു കുട്ടികൾ പോലും യോഗിജിയുടെ വൈഭവത്തിൽ അവർക്ക് വളരെ ആത്മാഭിമാനമുണ്ട്. അദ്ദേഹം ഭരിക്കുന്ന സംസ്ഥാനത്ത് ജീവിക്കുന്നതിൽ അവർക്ക് വളരെ സന്തോഷവുമുണ്ട്. ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരാളുണ്ടെന്നൊരു വിചാരമാണ്. അപ്പോൾ എന്തായാലും യോഗിയൊക്കെ കണ്ട് പഠിക്കണം സ്റ്റാലിൻ, അല്ലേ? UP ഒക്കെ കണ്ട് തമിഴ്നാട് മാറണം. എന്തായാലും യോഗിയൊക്കെ എടുക്കുന്ന ഈ നിലപാടുകൾ കൊണ്ട് അവിടുത്തെ അക്രമവാസനയുള്ള ആളുകളെല്ലാം തന്നെ ഒതുങ്ങുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള ആർജവമുള്ള BJPയുടെ മുഖ്യമന്ത്രിമാർ വരട്ടെ, മറ്റ് അക്രമങ്ങളൊക്കെ കാണിക്കുന്ന സംസ്ഥാനക്കാർ ഇത് കണ്ടുപഠിക്കും. ഒരു കാര്യം, അണ്ണാമലജി ഇതുപോലെ യോഗി അല്ലെങ്കിലും യോഗി തുല്യമായ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ. ഒരു കാര്യം പറ്റും, ഞങ്ങൾ എവിടെ ഇരിക്കുമ്പോൾ ഏത് ഡിസ്ട്രിക്റ്റ്, തമിഴ്നാട്ടുകാരാണ് ഡിസ്ട്രിക്റ്റിൽ നിന്ന്, അല്ല അണ്ണാമലയുടെ ഡിസ്ട്രിക്റ്റ്, അങ്ങനെ ഡിസ്ട്രിക്റ്റ് ഉണ്ടോ? അവർ അണ്ണാമലജി താമസിക്കുന്ന ഡിസ്ട്രിക്റ്റിനെ അണ്ണാമലൈ ഡിസ്ട്രിക്റ്റ് എന്നാക്കിയിരിക്കുക. അത്രമാത്രം വിശ്വാസമാണ്. ഈ ഒരു മാറ്റർ ഓഫ് ടൈം തമിഴ്നാട്ടിലും എന്താണ് അണ്ണാമലയുടെ ആ ഒരു ഊർജ്ജസ്വലമായ പ്രവൃത്തി കൊണ്ട് ഈ ക്രിമിനൽ മനസ്ഥിതിയുള്ള ആൾക്കാർക്കൊന്ന് പുറകോട്ട് വലിയെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ മോദിയുടെ തലമുറ മാറിയാൽ യോഗിയുടെ തലമുറ വരും, യോഗിയുടെ തലമുറ മാറിയാൽ അണ്ണാമലയുടെ തലമുറ വരും. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.